കൊല്ലം കൊട്ടാരക്കരയിൽ കുടുംബ തർക്കത്തിനിടെ ഭാര്യയെയും മരുമകളെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടു. കൊട്ടാരക്കര സ്വദേശി അലക്സാണ്ടറിൻ്റെ ആക്രമണത്തിൽ മരുമകൾ ജിൻസിയുടെ കൈപ്പത്തി അറ്റുപോയി. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അലക്സാണ്ടറിൻ്റെ സ്വഭാവദൂഷ്യവുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. കൊട്ടാരക്കര കിഴക്കേ തെരുവിലാണ് കഴിഞ്ഞ ദിവസം രാത്രി നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. കുടുംബവഴക്കിനെ തുടർന്ന് ഗൃഹനാഥൻ അലക്സാണ്ടർ ഭാര്യ സാറാമ്മയെയും മരുമകൾ ജിൻസി ജോണിനെയും വെട്ടി. ആക്രമണത്തിൽ ജിൻസിയുടെ വലത് കൈപ്പത്തി അറ്റുപോയി. സാറാമ്മയുടെ ശരീരത്തിലും ഗുരുതര വെട്ടേറ്റു. രക്തത്തിൽ കുതിർന്ന ഇരുവരെയും നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അലക്സാണ്ടറും ഭാര്യയുമായി ഏറെ നാളായി കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായും പോലീസ് പറയുന്നു. അലക്സാണ്ടറുടെ സ്വഭാവ ദൂഷ്യത്തെ ചൊല്ലി തർക്കങ്ങൾ വീട്ടിൽ പതിവായിരുന്നു. ഇന്നലെ രാത്രി ഭാര്യ സാറാമ്മയും മരുമകൾ ജിൻസിയും തമ്മിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് അലക്സാണ്ടർ പ്രകോപിതനായത്. തുടർന്ന് വിദേശത്തുനിന്ന് കൊണ്ടുവന്ന വളഞ്ഞ മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നു. വിവരം ലഭിച്ച ഉടൻ കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ വീട്ടിൽ നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ അലക്സാണ്ടർ കുറ്റം സമ്മതിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.